Yes, Lord. Yes, let me pray. Amen, amen. പ്രാർത്ഥന ദിവസം എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന്റെ വനത്തിലേക്ക് നമ്മൾ ശ്രദ്ധത്തിരിക്കാം. Time is flying. ഇന്ന് പകൽക്കാലത്തെ വചന ചിന്തയ്ക്ക് വേണ്ടി let's read. At first we're going to read from Ephesians chapter 4 verse 12 through 16. എന്നിട്ട് we will be reading Hosea chapter 6 verse 3 and Zechariah chapter 10 verse 1. Ephesians നാലാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. Just I want to let you know, പൗലോസ് ശ്ലീഹ പറയുക, what offices are there for the church? സഭയ്ക്ക് എന്ത് ഔദ്യോഗിക സ്ഥാനങ്ങളാണ് ഉള്ളത് എന്ന് ചർച്ചിനെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തില് പൗലോസ് പഠിപ്പിക്കുന്നത്. 5 offices is spoken up there. എന്നിട്ട് പോൾ പറയുക, why did God give this offices to the church? ഒന്ന്, എഡിഫിക്കേഷന് വേണ്ടി. പിന്നെ മാത്രമല്ല, ചിൽ ബേബ്സ് ആയിരിക്കാതെ ഉപദേശം മനസ്സിലാക്കി, ട്രൂത്ത് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി. വായിച്ചായിട്ട് അതിന്റെ 12 മുതൽ വായിച്ചായിട്ട്. To equip the saints for the work of ministry, for building up the body of Christ, until we all attain to the unity of the faith. So എന്തിനൊക്കെ വേണ്ടിയാണ്? മുമ്പ് വായിക്കുമ്പോൾ ഓഫീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഓഫീസസിനെ കുറിച്ച് പറയുന്ന ഭാഗം കൂടെ വായിക്കാം. അതോ And he gave the apostles. So he gave to the church apostles, the prophets, evangelists, shepherds, like pastors, and teachers. 5 offices are there for the church. എന്തൊക്കെയായിരുന്നു ഒന്നുകൂടെ പറഞ്ഞേ? Apostles, prophets, evangelists, shepherds, and teachers. Shepherd എന്ന് പറയുന്ന വാക്കാണ് pastors. എന്ന് പോയി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. മൂലപദത്തില് shepherds and pastors, they are also mentioned there. Priesthood is not mentioned in the offices of the church. Why? Means Christ came as the ultimate high priest, and when he died, he told, നമുക്കറിയാം ബൈബിൾ വായിക്കുന്നുണ്ട്, ദൈവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ 2 വരെ താഴെ വരെ കീറി. Why? Most holy place would access was opened. പ്രീസ്റ്റിന് എന്തുകൊണ്ട് ആവശ്യമായിരുന്നു? നേരത്തെ ഇന്റർസെസേഴ്സ് വേണമായിരുന്നു, മീഡിയേറ്റേഴ്സ് വേണമായിരുന്നു. പക്ഷെ ക്രൈസ്റ്റ് അൾട്ടിമേറ്റ് മീഡിയേറ്റർ വന്നു കഴിഞ്ഞിട്ട് അവൻ മരിച്ചു കഴിഞ്ഞ് തന്റെ ചോര ബൈബിൾ പറയുന്ന താഴേക്ക് പോയി വിശുദ്ധന്മാരെ ട്രെയിനായിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചവെച്ചു കഴിഞ്ഞപ്പോൾ he became the high priest. ബൈബിൾ പറയാ, നമ്മളെ ആരാക്കി മാറ്റി? became made as royal priesthood. ബൈബിൾ വായിച്ചുള്ളൂ, ഞാൻ പറയുന്നതല്ല, ബൈബിൾ പഠിപ്പിക്കുന്ന പഠിപ്പില്ല. നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി. That means you are all priests and kings unto the Lord. നിങ്ങൾ വായിക്കുമ്പോൾ ജോൺ ദ അപ്പോസ്റ്റൽ പറയുന്നുണ്ട്, പീറ്റർ, പത്രോസ് പറയുന്നുണ്ട്, പോൾ പഠിപ്പിക്കുന്നുണ്ട്. ഉപദേശങ്ങൾ ക്ലിയർ ആയിട്ട് ദൈവവചനത്തിൽ നിന്ന്. അതുകൊണ്ട് പുതിയ നിയമസഭയ്ക്ക് പ്രീസ്റ്റ് ഇല്ല. Why? Because we are all priests. That's what Bible teaches. എന്നാൽ പാസ്റ്റേഴ്സ് ഉണ്ട്, അതിനുള്ള അപ്പസ്റ്റൽസ് ഉണ്ട്, സ്വന്തം ചെയ്യുന്നു. ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, ഇടയന്മാർ, പാസ്റ്റേഴ്സ് ഉണ്ട്, പ്രോഫിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്. എന്തിനാണ് ഈ ഓഫീസസ് തന്നത്? അതാണ് അടുത്ത വാക്യം പറയുന്നത്. എന്തിനു വേണ്ടിയാ തന്നത്? ബൈബിൾ to equip the saints. സഭയുള്ളവരെ എന്തോ വിളിക്കുന്നത്? സെയിൻസ് അല്ലേ? പക്ഷേ ഇന്ന് കാത്തലിക് ചർച്ച് വിളിച്ച്, somebody is declaring somebody saints. You cannot. Christ made everybody what? Saints. ഈ സെയിൻസിനെ എക്വിപ്പ് ചെയ്യാൻ, അപ്പം സെയിൻസിനെ എക്വിപ്പ് വേണം അല്ലേ? Even though we are saints, you have to be equipped. You have to be taught. അതുകൊണ്ട് ബൈബിൾ വായിച്ചു, to equip the saints for the work of ministry. ആ ദൈവത്തിന്റെ മിനിസ്ട്രിയുടെ വർക്കിന് വേണ്ടി എക്വിപ്പ് ചെയ്യാൻ. അതായത് ദൈവം ഒരു മിനിസ്ട്രി വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ എല്ലാവർക്കും. അതിനുവേണ്ടി നമ്മളെ എക്വിപ്പ് ചെയ്യാൻ. For building up the body of Christ. എന്തിനാ നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത്? ദൈവത്തിന്റെ ബോഡിയാണ് ചർച്ച്. അതിനെ ബിൽഡപ്പ് ചെയ്യാൻ അല്ലേ? That's why God has called you all, me. ചർച്ചിനെ ബിൽഡപ്പ് ചെയ്യാൻ. വായിച്ചോ. Until we all attain to the unity of the faith. Unity of faith. അപ്പം യൂണിറ്റി ഓഫ് ഫെയ്ത്ത് പ്രാപിക്കുന്നവരെ എഡിഫൈ ചെയ്യാന്, വളർത്താന്, പഠിപ്പിക്കാന് ദൈവം ഈ ഓഫീസിനെ ആക്കി. വായിച്ചോ അടുത്തത്.
and of the knowledge of the Son of God. ആ സൺ ഓഫ് ഗോഡിനെ കുറിച്ചുള്ള നോളജിന്റെ അറിവ് പ്രാപിക്കേണ്ടതിന് To mature manhood. അങ്ങനെ മെച്യൂർ മാൻഹുഡിലേക്ക് വരാൻ. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഗ്രോത്താ, മെച്യൂരിറ്റിയിലേക്ക് ഒരു ഗ്രോത്താ. That you become a mature Christian. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ഉടനെ ആയില്ല, അഭിഷേകപ്രാപ്തനായില്ല. You have to grow. Saints has to be equipped to a mature growth. വായിച്ചോ. To the measure of the stature. To the എവിടെ വരെ ഗ്രോത്ത്? To the measure of the stature of the fullness of Christ. Fullness of Christ. മെച്യൂരിറ്റി എവിടെയുള്ളതെന്ന് അറിയാമോ? ക്രൈസ്റ്റിൽ മാത്രമേ മെച്യൂരിറ്റി കാണാൻ പറ്റുള്ളൂ. That's why you have to look unto Christ. No pastors, no other saints, just Christ. Measure of fullness of maturity can be only seen in Christ. അതിനുവേണ്ടി എക്യുപ്പ് ചെയ്യാനായിട്ടാണ് ദൈവ ഓഫീസസ് ചർച്ചിന് കൊടുത്തു എന്ന് പറയുന്നത്. വായിച്ചു അടുത്തത്. So that we may no അങ്ങനെ മെച്യൂരിറ്റി വരുമ്പോൾ so that we may no longer be children. No longer be children. വിശ്വാസത്തിൽ ശിശുക്കളാകാതെ. We won't be no more children. Tossed to and fro. ഈ ചിൽഡ്രൻ ആയവരുടെ പ്രശ്നം ഇതാ. ഈ ഉപദേശം അത് ശരിയാണല്ലോ, ആ ഉപദേശങ്ങൾക്ക് അത് ശരിയാണല്ലോ, എല്ലാം ശരിയില്ല, ഏതിലും ഒന്നേ ഉള്ളൂ ശരി. You should not be tossed. സത്യം അറിഞ്ഞാൽ സത്യം അറിയണം, സത്യം തന്നെ സെറ്റ് ഫ്രീ ചെയ്യണം. You cannot put your hand in two boats. ഞങ്ങളുടെ നാട്ടിൽ വളർന്നവരാ അമേശ്വരം, ഞങ്ങൾക്ക് മണിമലയാറ് മുമ്പിൽ കൂടെ ഉണ്ട്, വള്ളമുണ്ട്. ഒരു വള്ളത്തിൽ വെച്ചിട്ട് ഈ വള്ളത്തോട് കയറാൻ കഴിയും, വള്ളം രണ്ടും അങ്ങോട്ടും കൊണ്ട് പോകും, നീ വെള്ളത്തിൽ വീഴും. We cannot do two. Either one is right. അത് ബൈബിൾ വെച്ചാണ് you have to measure it. ആൾക്കാരുടെ അഭിപ്രായം കേട്ടല്ല, ലോകത്തിന്റെ ഐഡിയ കേട്ടല്ല, നീ സത്യം തീരുമാനിക്കേണ്ട വചനം. Is it in the word? Is it in the word? വായിച്ചോ അടുത്തത്. By the waves and carried about by every wind of doctrine. Every wind of doctrine. കൊണ്ടാ നമ്മൾ പാടുമ്പോൾ, ഞാൻ പണ്ട് ഓർഗനൈസേഷനിലായിരുന്നപ്പോൾ പാടിയിട്ടുണ്ട്, പാരിൽ പല ഉപദേശങ്ങൾ മുളച്ച് പരക്കുന്നഹോ. ഒത്തിരി എണ്ണം ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഉപദേശം തൊട്ട് എൻഡ് ചെയ്യുന്നവൻ, സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നവൻ ഈസ് ധന്യൻ, ഈസ് ബ്ലസ്ഡ്. എങ്ങനെ അറിയാം ദൈവത്തിന്റെ ഉപദേശം? ഐ ഹാവ് ടു ഗോ ബാക്ക് ടു ദി ബോർഡ്. നോ എൽസ്. മനുഷ്യൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താലും പ്രസംഗിച്ചാലും he can add or subtract from anything. അതുകൊണ്ട് I go back to the word. അതുകൊണ്ട് അപ്പോസ്റ്റൽസ്, ടീച്ചേഴ്സ്, പ്രോഫറ്റ്സ്, പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റ് ദൈവം ആക്കി വെച്ചേക്കുന്നത് that they may turn the heart of people back to the word, not to knowledge, not to history, not to traditions, but to the word what God has spoken, that you may attain the fullness knowledge of Christ. ക്രിസ്തുവിന്റെ നോളജ് പ്രാപിച്ചിട്ട് ക്രിസ്തുവിന്റെ സ്റ്റാച്ചറോളം ഗ്രോ ചെയ്തിട്ട് ബേബ്സ് ആകാതെ, ബേബ്സിനുള്ള കുഴപ്പമില്ല, എവറി ടോസ് ഓഫ് ഡോക്ടറിൻസ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിബിൾഡ് ആകും. ഇവിടെയും പോ അവിടെയും പോ, അങ്ങനെ എല്ലായിടത്തും പോകാൻ ദൈവം അനുവദിച്ചിട്ട് ഒന്നും നീ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണം. ഇത് സത്യം. അത് വേർഡ് നീ കമ്പയർ ചെയ്ത് ചോദിച്ചിട്ട്, അത് വേർഡ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ്. ലോർഡ് ഐ വോണ്ട് സ്റ്റാൻഡ് ഡിസൈഡ്. അതുകൊണ്ടാ ഈവൻ എലൈജ, നിങ്ങൾ എത്രത്തോളം ഈ രണ്ട് തോണിക്കാലും യഹോവ ദൈവമാണ് അവ സേവിക്കുക, ഇല്ല ബാലാണ് ബാലൂടെ പോ, രണ്ടൂടെ നിൽക്കാതെ യു വിൽ ബി ബ്ലെസ്ഡ്. അനുഗ്രഹം പ്രാപിക്കുക ഏതെങ്കിലും ഒന്നേ ഉള്ളൂ ശരി. യു വിൽ സ്റ്റാൻഡ് ഇൻ ദി വൺ. വായിച്ചു അടുത്തത്. By human cunning, by craftiness in deceitful schemes. ഡിസീറ്റ്ഫുൾ സ്കീം കൊണ്ട്, കണ്ണിങ്നെസ് കൊണ്ട് അനേക ഡോക്ട്രിൻസ് ഉണ്ടാക്കി ട്രൂത്ത് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡിൽ നിന്ന് ജനത്തെ അകറ്റിക്കൊണ്ട്, ട്രൂത്ത് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡിൽ നിന്ന് ജനത്തെ അകറ്റിക്കൊണ്ടു പോകാൻ കണ്ണിങ്നെസ്സും ക്രാഫ്റ്റിനെസ്സും കേൾവിക്കഥകളും മിത്സും ഒക്കെ ഉണ്ടാക്കി. ടൈറ്റസ് വായിക്കുമ്പോ, തിമത്തി വായിക്കുമ്പോ ഒക്കെ പോൾ പറയാ, ഇന്ന് എന്ത് കേൾവിക്കഥകൾ, അതൊന്നും കേട്ടിട്ടില്ല, വചനത്തിലില്ല, പക്ഷെ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കുന്ന എവറി മിത്ത്. ഡോണ്ട് ഗോ ആഫ്റ്റർ ദ മാൻ വിൽ റൺ ആഫ്റ്റർ. എന്താ പറയാ, ഏഞ്ചൽസിനോടുള്ള വർഷിപ്പ്. പോൾ പറയാ, ഏഞ്ചൽസിനോടുള്ള വർഷിപ്പ് ഒക്കെ വന്നിട്ട് അവർ ഒത്തിരി ഹ്യൂമിലിറ്റിയാ, ഹംബിൾനെസ്, ഭയങ്കര താഴ്മയാകും. ദൈവമക്കൾക്കില്ല എത്ര താഴ്മ. അതിനെയാ പോൾ പറയാം, ഫോൾസ് ഹ്യൂമിലിറ്റി. ഏഞ്ചൽസിനോടുള്ള വർഷിപ്പ്, അങ്ങനെയുള്ള ടീച്ചിങ്സും കൂടെ. എന്തുകൊണ്ട് അപ്പോക്രിഫ ബുക്കുകൾ നമ്മൾ ഉൾപ്പെടുത്താത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൂതന്മാരുടെ ആരാധന അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. ബൈബിൾ ഡസന്റ് സേ സോ. അതുകൊണ്ട് that's why we, I mean, all often compare it to the word of God. വായിച്ചു സമയം അതുകൊണ്ട് പെട്ടെന്ന് അടുത്തത്. Rather speaking the truth in love. Speaking the truth in love. നമുക്ക് ആരെയും ഒരു
പെന്തക്കോസ്തുകാരെയും താഴ്ത്തി കിട്ടാൻ ആരെയും, എവറിത്തിങ് ഇസ് ഓർഗനൈസേഷൻ. ചർച്ച് എന്ന് പറയുന്നത് കർത്താവ്, God is building the church. No pastors can build the church. Jesus said, I will build my church. The towers of Hades will never succeed it. Jesus builds the church. I am just an equipment in the sand. And God uses me to help. ഓരോരുത്തരെയും, not only me, ഇരിക്കുന്ന ഓരോരുത്തരെയും God has found as a person to build the church, to edify the church. ദൈവം നിങ്ങൾക്ക് തന്ന ശുശ്രൂഷയിൽ കൂടി അതിനെ നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്. പോകുമീൻ സകല സൃഷ്ടിയോടും ഇവാഞ്ചലിസ്റ്റ് ആകാൻ. Everybody can be an evangelist. Who shares to others about Christ is an evangelist. ദൈവത്തിന് ഓരോ ശുശ്രൂഷകൾ തന്നിരിക്കുക. വായിച്ചോളാം, അടുത്ത വാക്യം വായിച്ചാട്ട്. We are to grow up in every way. അങ്ങനെ ഉപദേശങ്ങളാൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആകാതെ ക്രിസ്തുവിന്റെ സ്റ്റാച്ചർ ഓഫ് മെച്ചൂരിറ്റിയിലേക്ക് എത്താൻ അങ്ങനെ we have to grow in every way. Into him who is the head. Into him. ആരിലേക്കാ ഗ്രോ ചെയ്യേണ്ടത്? ഒരു ഡയറക്ഷൻ ഉണ്ട് ഗ്രോത്തിന് എപ്പോഴും. You cannot spread ചെയ്ത് വളർന്നു പോകാൻ കാര്യമില്ല. പക്ഷെ യഥാർത്ഥ ഗ്രോത്ത് direction into Christ, unto the head, into Christ. അപ്പോൾ വളർച്ച, ഗ്രോത്ത് എന്ന് പറയുമ്പോൾ, മെച്യൂർ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ, if you are growing direction of Christ, ക്രിസ്തുവിലേക്ക് നിങ്ങൾ വളരുന്നെങ്കിലേ മെച്യൂരിറ്റി ഓഫ് ഗ്രോത്ത് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്തെല്ലാം തലകുത്തി ബഹളം വെച്ച് ഇളക്കി മറിച്ചാലും നോ, അതെല്ലാം മുഴങ്ങുന്ന ചെമ്പോ ചിലക്കുന്ന കൈത്താളമോ അത്രേ. ജസ്റ്റ് സൗണ്ടിങ് സിംബിൾസ്, just resounding gongs or that's not growth. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഓഫ് ഗ്രോത്ത് ഇസ് ടുവേർഡ്സ് ക്രൈസ്റ്റ്. അതിനുവേണ്ടി ചർച്ചിനെ എക്വിപ്പ് ചെയ്യണം, സെയിൻസിനെ എക്വിപ്പ് ചെയ്യണം, സെയിൻസിനെ എക്വിപ്പ് ചെയ്യണം. അതിനുവേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ഓഫീസിലാണ് ഈ ചർച്ചിനെ. അപ്പം വി ഹാവ് ടു ഗ്രോ ഓൺ ടു ദ ഹെഡ്. 16th verse എന്ന് വായിച്ചപ്പം, from whom the whole body, ഈ ക്രൈസ്റ്റിൽ നിന്നാണ്, ഹെഡ് ക്രൈസ്റ്റിൽ നിന്നാണ് the whole body joined and held together. ക്രൈസ്റ്റ് ആകുന്ന ഹെഡാണ് ഈ ബോഡി ആകുന്ന ചർച്ചിനെ ഒരുമിച്ച് പിടിക്കുന്നത്. അല്ലാതെ ഒരു സഭയിലെ മേലധ്യക്ഷന്മാരല്ല, ഒരൊറ്റ വിശുദ്ധന്മാരോ തത്വസമയം. ക്രൈസ്റ്റ്, ദ വേർഡ് ഹോൾഡ്സ് ദ ചർച്ച് ടുഗദർ. അല്ലേ? സിന്യൂസും മസിൽസും ജോയിന്റ്സും ഒക്കെ വെച്ചിട്ട് ഈ ബോഡിയെ ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്നത് ഹെഡ് ക്രൈസ്റ്റ്. ഹെഡ് പോയാൽ പിന്നെ ബോഡി ഉണ്ടോ? ഇല്ല. ബ്രെയിൻ കട്ടായി പോയാൽ നിങ്ങൾക്ക് എത്ര നല്ല മസിലുള്ള കൈയും കാലും ആണെങ്കിലും യു വോണ്ട് ഫങ്ഷൻ, യു ഡൺ, യു ഡെഡ്. അപ്പോൾ തലയോട് കണക്ഷൻ ഇല്ലാതെ ഏത് ചർച്ച നിന്നാലും, തലയെന്ന് പറയുമ്പോൾ വേർഡ് ക്രൈസ്റ്റ്. ബൈബിൾ പറയും, ഇൻ ദ ബിഗിനിങ് ദർ വാസ് വേർഡ്, വേർഡ് വാസ് വിത്ത് ഗാഡ്, ആൻഡ് വേർഡ് വാസ് ഗാഡ്. ദിസ് വേർഡ് became flesh. John 1, Gospel according to John chapter 1 verse 14. Took flesh and dwelt among us. That's who Christ Jesus is. അപ്പോൾ ഈ വേർഡിനോട് കണക്ഷൻ ഇല്ലാതെ, it's my tradition doesn't have anything. Unto the tradition, head എന്ന് പറഞ്ഞ ട്രഡീഷൻ അല്ല, ക്രൈസ്റ്റ് ആകണം, വേർഡ് ആകണം. That is why we are so much focused, because that's what the word says. അപ്പൊ അതിനു വേണ്ടിയാണ് ഗ്രോത്ത് ആണ് നമ്മുടെ ഇന്റൻഷൻ. അപ്പൊ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വന്നപ്പോൾ ആദ്യം പറഞ്ഞു, whatever the seed should be the right seed. ഒത്തിരി സീഡ്സ് വെളിയിൽ വരുന്നുണ്ട്, ചിലത് ബീഡ്സുമാണ്, പക്ഷെ സീഡ് ആയിരിക്കണം. സീഡ് കറക്റ്റ് അല്ലെങ്കിൽ അത് കെടുത്ത് വന്നാലും യാതൊരു കാര്യവും ഇല്ല. യു ക്യാൻ ഗ്രോ, ബട്ട് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് തിങ്. ബട്ട് ഗോഡ് വാണ്ട്സ് that. അതുകൊണ്ട് ചൂസ് ദ സീഡ്. വാട്ട് യു ഹിയർ ദ ഡോക്ട്രിൻ, ചെക്ക് ഇറ്റ് ഔട്ട്, സെർച്ച് ഇറ്റ് ഔട്ട്. അത് ഏത് പാസ്റ്റ് മിറക്കിൾസ് എത്ര ഇവിടെ തലവിൽ മരിച്ച 100 പേരെ ഉയർപ്പിച്ചെന്ന് പറഞ്ഞാലും ഇറ്റ് ഡസന്റ് മാറ്റർ. സീക്ക് ഇറ്റ് ഔട്ട്. അത് ഡേവിഡിന്റെ ഇന്റൻഷൻ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും സീക്ക് ഇറ്റ് ഔട്ട്, സെർച്ച് ഇറ്റ് ഔട്ട്. അപ്പൊ സീഡ് കറക്റ്റ് ആകണം. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ മാസം നീ കേൾക്കുന്ന ഉപദേശം, നീ പറയുന്ന ഉപദേശം ബിബ്ലിക്കലാണോ അല്ലയോ? അത് പഠിപ്പിക്കുന്നവന് സൂക്ഷിക്കണം. പോൾ പറയുമ്പോൾ, ലുക്ക്, ഞാൻ ജ്ഞാനമുള്ളൊരു ശില്പിയായിട്ട് ഐ പുട്ട് എ ഗുഡ് ഫൗണ്ടേഷൻ. എന്നിട്ട് പറയാം, ആ ഫൗണ്ടേഷൻ ആരാന്നറിയാമോ? ജീസസ് ക്രൈസ്റ്റ്, നോട്ട് പീറ്റർ. ജ്ഞാനമുള്ളൊരു ശില്പിയായി ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. അത് യേശുക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ വേറൊരു അടിസ്ഥാനം ഇടാൻ ആരെ കൊണ്ടും കഴിയത്തില്ലെന്ന് പോള് അവൻ സ്വന്തം കൊറിന്ത്യൻസിൽ വ്യക്തമായിട്ട് പറയുക. എന്നിട്ട് അടുത്ത് പറയുക, ഓക്കെ, ഞാൻ നട്ടു, I planted, I put the foundation. Apollos watered. വാട്ടർ ചെയ്യാനിപ്പം നടാൻ ചിലവായിട്ട് പണം, ചിലരായിരിക്കും വാട്ടർ ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തരും മണ്ടയ്ക്ക് പണി ചെയ്യുക, ബിൽഡ് ചെയ്യുക. അപ്പം പോൾ പറയുന്നൊരു കാര്യം,
let everyone watch how they build. അടിസ്ഥാനം യേശുക്രിസ്തു വിട്ടു, അടുത്ത പണി, അടുത്ത ബിൽഡിംഗ്. നിന്റെ സ്വന്തം ഉപദേശം കൊണ്ടൊന്നും ആരെയും പണിയാൻ പറ്റത്തില്ല. വേർഡ് ഓഫ് ഗോഡ് വെച്ച് എന്ത് പറയുക, പോൾ പറയുക, ഇതെല്ലാം സെർച്ച് ഔട്ട് ചെയ്യുന്ന, ടെസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്, കർത്താവിന്റെ ദിവസം. തീ പോലെ വെളിപ്പെട്ട് വരും. അതുകൊണ്ട് പോൾ പറയുക, ചിലരാണെങ്കിൽ അതിന്റെ മണ്ടയ്ക്ക് സ്വർണം കൊണ്ട് പണിയും, ചില വെള്ളി കൊണ്ട് പണിയും, ചിലര് ഇരുമ്പോ, കളിമണ്ണ്, കല്ല് ഇതുകൊണ്ടൊക്കെ പണിയും, ചില വൈക്കോല് കൊണ്ടും പുല്ലുകൊണ്ടും ഒക്കെ പണിയും. ഒരു ദിവസമുണ്ട് അന്നായിട്ട് റിവീലാകുന്ന ഫയറിന്റെ ദിവസം. ആരുടെ വേല നിൽക്കുന്നോ അവൻ രക്ഷിക്കപ്പെടും. ഇന്ന് പകൽക്കാലം ഗ്രോത്ത്, ബിൽഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഓഫ് ദ ചർച്ച്. മടങ്ങി വരാം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു, ഓക്കെ, സീഡ് ഷുഡ് ബി ഗുഡ്. സീഡ് മാത്രം മതിയോ? അന്നേരം പരിശുദ്ധനോ? സീഡ് നിങ്ങൾ പഠിച്ചു വന്നത്, സീഡ് എത്ര ഉണ്ടെങ്കിലും ഇഫ് സീഡ് ഇസ് എ സീഡ്, സീഡ് കൻ സിറ്റ് ആസ് എ സീഡ് ഫോർ എ ലോങ് ടൈം. അതിനകത്ത് there is life, there is plant, there is fruit inside the seed, but it's sleeping, hibernated. ഇത് ആക്ടിവേറ്റഡ് അല്ല. ഇതുപോലെ വേർഡ് നിങ്ങളുടെ ഉള്ളിലോട്ട് വീഴുമ്പോൾ that has life, ജീവനുണ്ട്, ചൈതന്യമുണ്ട്, പവറുണ്ട്. അത് ജെർമിനേറ്റ് ചെയ്യണം. അതാ വേർഡ് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത്. അതിനാണ് ഫോർമർ റെയിന്റെ ആവശ്യം. That's what we are thinking. This month we are thinking, okay, seed should be right. സീഡ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. സീഡ് ജെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ എത്ര സീഡ് കുന്നുകൂട്ടിന്റെ ഹൃദയത്തിൽ ഇട്ടാലും എത്ര ബൈ ഹാർട്ട് ബൈബിൾ പഠിച്ചാലും യൂസ്ഫുൾ. അതുകൊണ്ട് that is why in the scripture talks about the former. നമുക്ക് ഹോസേയ എടുക്കാം. ഹോസേയ chapter 6 verse 3. ഹോസേയ പ്രവചനം 6-ാം അധ്യായത്തെ 3-ാമത്തെ വാക്യം. ഇങ്ങനെ സമയത്ത് ഞാൻ പറഞ്ഞു വിടാം. He will come to us like the rain, like the latter and the former rain to the earth. ദൈവം നമ്മുടെ മേൽ മഴയായിട്ട് വരും. എങ്ങനെ? ഫോർമർ റെയിൻ ആയും ലാറ്റർ റെയിൻ ആയിട്ടും വരും. എന്തിനാ? നിന്നെ കുളിപ്പിക്കാൻ. അടുത്തതായിട്ട് വാക്കി ഞങ്ങൾ പറഞ്ഞു വിടുക. സെക്കറിയ 10:1. ഇവിടെ പറയുക, സെക്കറിയ പറയുക, സെരുബാബേലിന്, as the Lord for the rain in the time of the latter rain, he will give you former and latter rain and bless you. ദൈവത്തോട് മഴയ്ക്കായി ചോദിക്കണം. നിങ്ങൾ കേൾക്കുന്ന കർത്താവേ, I heard a lot of word, I read a lot of word, send the rain. ഈ വേർഡ് അൺകറപ്റ്റബിൾ സീഡ്, അതിനകത്ത് മായമില്ല. വേറെ ഒന്നും ഒരു പ്രസംഗം ആരുടെ ഉപദേശം കേൾക്കണ്ട. യു ഗോ ആൻഡ് റീഡ് ദ വേർഡ്. വേർഡ്സ് കിട്ടുന്ന കർത്താവേ, ഐ റീഡ് ദിസ് വേർഡ്സ്, ദിസ് ഇസ് എ വേർഡ് ഓഫ് പ്രോമിസ്, ഐ നോ ഇറ്റ് ഹാസ് പവർ, ബട്ട് unless until your rain come, it won't germinate. So I'm asking, Lord, send the former rain. In the former rain, the scripture, the former rain represents the early rain that softened the ground. That's what you're hearing from Caleb. It softens the ground, and after a dry season, preparing it for seed germination. വിത്ത് വിതയ്ക്കുന്ന നല്ല വിത്ത് കിളിർക്കാൻ വേണ്ടി റെഡിയാക്കുന്ന ഒരു കാര്യമാണ് മുൻമഴ. Spiritually, it symbolizes the initial outpouring of God's Spirit and the Word that awakens, plants and establishes us in Christ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ എന്നെ വേരൂന്നുമാറാക്കുന്ന, ക്രിസ്തുവിൽ എന്നെ തളർക്കുമാറാക്കുന്ന ഒരു കാര്യമാണ് ഫോർമർ റെയിൻ എന്ന് പറയുന്നത്. സ്വന്തം ചെയ്യുന്നു. അത് ബൈബിൾ പഠിക്കുമ്പോൾ അതിനെ മലയാളത്തിൽ മുൻമഴ എന്ന് പറയുന്നു. സ്വന്തം ചെയ്യുന്നു. അത് ബൈബിളില് സ്വന്തം ഫോർമർ റെയിൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇറ്റ് സോഫൻസ് ദ ഗ്രൗണ്ട് ആൻഡ് പ്രിപ്പയർ ഇറ്റ് ഫോർ സീഡിങ്. പ്രിപ്പറേഷൻ കേട്ടോ, സീഡിങ് ആയിട്ടില്ല. സോ അതിനെ കുതിർക്കുന്നു, അതിനെ സോഫൻ ചെയ്യുന്നു. സ്വന്തം ചെയ്യുന്നു. എന്നിട്ട് സ്വന്തം ചെയ്യുന്നു. ബൈബിൾ വായിക്കുമ്പോൾ ഓസയിൽ പറഞ്ഞ വാക്യം നമ്മൾ വായിച്ചല്ലോ. അതുപോലെ ജോയൽ ചാപ്റ്റർ 2 verse 23 പറയുന്നു, he will give you the rain, the former and latter rain. അവൻ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും തരുമെന്ന് ജോയൽ പ്രവചനത്തിൽ പറയുന്നു. Spiritually, the former rain represents the initial moving of the Holy Spirit. വിതയ്ക്കാൻ വേണ്ടി ലാൻഡിനെ പ്രിപ്പയർ ചെയ്യുന്ന മോയ്സ്ചർ നേച്ചർ. ഈ അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഈ ഹോളി സ്പിരിറ്റിനകത്ത് അതിനകത്ത് വെള്ളമുണ്ട്, ഈർപ്പമുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് സ്വന്തം ചെയ്യുന്നു. ചൂട് ഇസ് വെരി നീഡഡ്. സ്വന്തം ഈർപ്പം വേണം, ഹീറ്റ് വേണം. അതുപോലെ വായു, എയർ അത്യാവശ്യമാണ്. എന്തിനാ ഈ ലാൻഡ് വെറ്റാകുന്നത് അല്ലെങ്കിൽ ലൂസൻ ചെയ്ത് വെച്ചാൽ അതിനകത്തൂടെ ഒന്ന് ഹീറ്റ് കടക്കണം, എയർ കടക്കണം. ജെർമിനേഷൻ നടക്കുമ്പോൾ അതിനകത്ത് ഇൻബിബിഷൻ എന്ന് പറയും. സയൻസ് പ്രോസസ്സിനെ വിളിക്കുന്ന ഇൻബിബിഷൻ എന്ന് പറയും. അതിന് ഈ സീഡിന്റെ പുറത്തെ സ്വപ്നം ചെയ്യുന്നു, അതിന്റെ കവറിങ്ങിൽ കൂടി
ഓസ്മോസിസ്, അതിനകത്തോട്ട് വായു കയറണം, ചൂട് കയറണം, വെള്ളം കയറണം. ആ പ്രക്രിയയാണ് ഇൻഹിബിഷൻ. കാരണം ആ പുറത്തെ തോടിനെ ഈ ഈർപ്പം, ഈ മോയിസ്റ്റ്നെസ് അത് സോഫൻ ആക്കും. സോഫൻ ആക്കിയിട്ട് പോറസിനകത്തോട് എയർ, ഓക്സിജൻ ഇത് ചെയ്യും, വാട്ടർ അകത്തേക്ക് ഇത് കാപ്പിലറി ആക്ഷനിൽ കൂടി കയറും. എന്നിട്ട് അകത്തെ സീഡ് സ്വെല്ല് ചെയ്യും. ഈ സീഡിനകത്ത് പ്രോട്ടീൻസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, പല കാര്യങ്ങൾ, ജീവന് വേണ്ട എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഇത് സീഡായി ഡ്രൈ ആയിരിക്കുന്നിടത്തോളം കാലം ഇറ്റ് വോണ്ട് ആക്ടിവേറ്റ്, ഇറ്റ് വോണ്ട് കം ഔട്ട്. എന്നാൽ ഈ ഇംബിബിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സില് നടക്കുന്നത് ഈ നനവുള്ള സോഫൻ ആയിട്ടുള്ള എർത്തിൽ. അതാണ് ഫസ്റ്റ് ഫോർമർ റെയിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എർത്തിനെ സോഫൻ ആക്കും. അത് വായു കടക്കത്തക്കോണം. അന്നേരമാണ് ടില്ല് ചെയ്തിട്ട് ആ നനവ് വരുമ്പോഴാണ് ആ ഫാർമേഴ്സ് പോയിട്ട് ലാൻഡ് ഒക്കെ ടില്ല് ചെയ്ത് അളക്കുന്ന. വായുസഞ്ചാരം വേണം, നനവ് അതിനകത്ത് ഈർപ്പം നിൽക്കണം. അത് ഈ കട്ടിയായിട്ടിരുന്നാൽ നനയുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഈ കാപ്പിലറി ആക്ഷൻ ഈ മോയ്സ്ചർ എസ്കേപ്പ് ചെയ്യും ഫാസ്റ്റ് ആയിട്ട്. അങ്ങനെ എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പ്ലൗ ചെയ്തിട്ട് സ്വന്തം ചെയ്യുന്നു, സോയിൽ ഇളക്കിയിടുന്നത്. ഈ വന്ന മോയ്സ്ചർ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോകരുത്. അത് ഒത്തിരി ക്ലോസും ഒത്തിരി ഷാലോ ആണെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളം, വീണ വെള്ളം അതുപോലെ ഡ്രൈ ആയി പോകും. എന്നാൽ ഇളക്കിയിടുകയാണെങ്കിൽ വെള്ളം അതിനകത്ത് സ്വന്തം പിടിച്ചു നിൽക്കാനിടയായി തരും. അതിനുശേഷമേ സീഡിങ് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിന് മുമ്പ് സീഡ് ചെയ്താൽ ഒരിക്കലും സീഡ് ജെർമിനേറ്റ് ആകത്തില്ല. അതുകൊണ്ടാണ് പ്രിപ്പറേഷൻ. ഫോർമർ റെയിൻസ് എന്ത് ചെയ്യും? ആത്മീയമായ മുൻമഴ സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആദ്യ പ്രവൃത്തി, ഫസ്റ്റ് ടൈമിലെ വർക്ക്. അതെന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഉണർവ്, സ്വന്തം ഒരു പാപബോധം, ആത്മീയ ജീവിതത്തിന്റെ ആരംഭത്തിനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകും, ഒരു സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ. പാപബോധം വന്ന് തീർന്നില്ല, അതിനുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഭയങ്കര ചില മീറ്റിംഗ് പോയിരിക്കും അറിയാതെ കരയുന്ന അവസ്ഥയില്ലേ? നിങ്ങൾക്ക് അറിഞ്ഞ പക്ഷെ അവിടെ ചെല്ലുമ്പോ തന്നെ ഹെവി അനോയിന്റിങ് ഓഫ് ദ ഗോഡ് ഓൺ യു. ഇത് കരയാനും ബ്രേക്ക് ചെയ്യാനൊക്കെയുള്ള ആ മൂവ്, അതിനുവേണ്ടി ഒരുക്കുന്ന പ്രിയമുള്ളവരെ മുൻമഴ. ഫസ്റ്റ് തിങ്, ഫോർമർ റെയിൻ പ്രിപ്പയർസ് this atmosphere for a spiritual work upon the seed. ഇനി അടുത്തത്, ഫോർമർ റെയിൻ softens the heart. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? ഡ്രൈ സോയിൽ cannot receive the seed, a hardened heart cannot receive God's word. So what happened? സ്വന്തം ചെയ്യുന്നു. അതുകൊണ്ട് ബൈബിളിൽ നമ്മൾ വായിച്ചാൽ Hebrews chapter 3 verse 15, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. Do not harden your heart. കാരണം ഹാർഡൻ ആക്കിയാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ആ വചനം നിങ്ങൾക്ക് പ്രയോജനമായി വരത്തില്ല. അവിടെ സോഫ്റ്റ്നെസ് വേണം. സ്വന്തം ചെയ്യുന്നു. എന്നിട്ട് എസ്കേൽ ചാപ്റ്റർ 36 verse 26 നമ്മൾ വായിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം കർത്താവ് പറയുക, I will remove the heart of stone and give you a heart of flesh. നിങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയം മാറ്റിയിട്ട് നിങ്ങൾക്ക് മാംസമായ ഹൃദയം തരും. അത് വായിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? So that the word of God will fall on it and bring forth. Former rain brings so repentance നമ്മുടെ ജീവിതത്തിൽ. ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, സോഫൻ ആണ്, മോയ്സ്ചർ ആണ്. പിന്നെ അവിടത്തേക്ക് ആ വിത്ത് വീഴുമ്പോൾ എന്ത് പറ്റും? പശ്ചാത്താപം ഉണ്ടാകും. എന്നിട്ട് സെൻസിറ്റിവിറ്റി ടു ഗാഡ്, ദൈവ പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. സ്വന്തം ചെയ്തു. That will break you. ദൈവത്തിന്റെ ആ ടച്ച്. ചില സമയം നിങ്ങൾ ചില മീറ്റിംഗിൽ പോയിരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റിന്റെ വലിയ ഹെവി anointing, you start crying, you don't even know what's happening. അതുകൊണ്ടാണ് അറ്റ്മോസ്ഫിയർ ഫോർമർ റെയിൻ ഒരുക്കും. സെൻസിറ്റിവിറ്റി ഗോഡ്, അതുപോലെ സ്പിരിച്വൽ ഹങ്കർ. വന്നിരുന്നാൽ ഉറക്കം തോന്നുന്നു. I want to listen, I want to hear. കൊതി, ഒരു വലിയ ദാഹം, ഒരു ആത്മീയ വിശപ്പ് നിന്റെ ഉള്ളിലേക്ക് ഈ ഫോർമർ റെയിൻ കൊണ്ടുവരും. മൃദുവായ ഹൃദയം ഇല്ലെങ്കിൽ വളർച്ചയില്ല. സോഫൻ ഹാർട്ട് അല്ലെങ്കിൽ you don't have any growth. ഹൃദയം കഠിനപ്പെട്ടാൽ പ്രിയമുള്ളവരെ നമ്മുടെ ആത്മീയ വളർച്ച മുരടിച്ചപ്പോൾ ഒന്നാമത് ഓർക്കണം, സ്പിരിച്വൽ ഫോർമർ റെയിൻ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തെ സോഫൻ ആക്കുന്നു. അടുത്തത്, ഫോർമർ റെയിൻ കോസസ് ന്യൂ ബർത്ത്, വീണ്ടും ജനനം. ഒരിക്കല് ഈശോയുടെ അടുക്കല് നിക്കോദിമോസ് വന്നപ്പോൾ യേശു പറഞ്ഞു, സ്വന്തം ചെയ്യുന്നു, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? You won't ever see the kingdom of God. അപ്പൊ വീണ്ടും ജനനത്തിനായിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഹോളി സ്പിരിറ്റിന്റെ ഫോർമർ റെയിൻ, പ്രിപ്പറേഷൻ. ബൈബിൾ വായിക്കുമ്പോൾ മുൻമഴ പുതിയ ജനനത്തെ സൃഷ്ടിക്കുന്നു. റെയിൻ ആക്ടിവേറ്റ്സ് ദ സീഡ് ഹിഡൻ ഇൻ ദ സോയിൽ. ഞാൻ പറഞ്ഞല്ലോ, അറ്റ്മോസ്ഫിയർ പ്രിപ്പയർഡ് ആയി, സോഫൻ സോയിലായി നമ്മൾ സീഡ് ചെയ്തു. സീഡ് കഴിയുമ്പോൾ
അതിനകത്തെ ഫോർമർ റെയിനിൽ നിന്ന് വന്ന വെറ്റ്നസ് ആ മോയ്സ്ചർ വിത്തിനെ ആക്ടിവേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ആ ഇംബിബിഷൻ എന്നുള്ള പ്രോസസ്, ആ വെറ്റ്നസ് ഓഫ് ദ സോയിൽ ഇറ്റ് സോഫ്റ്റൻ ദ കോട്ടിംഗ് ഓഫ് ദ സീഡ്. എന്നിട്ട് അതിനകത്തൂടെ വാട്ടർ അകത്തേക്ക് കയറുകയും എയർ അകത്തേക്ക് കയറുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് ആ സീഡിനകത്തുള്ള ഫാറ്റ്സ്, പ്രോട്ടീൻസ്, എൻസൈംസ് ഇതിനെ ആക്ടിവേറ്റഡ് ആക്കും. അത് ആക്ടിവേറ്റഡ് ആക്കുമ്പോൾ അതിനകത്ത് എൻസൈംസ് കയറുന്ന വാട്ടർ എൻസൈംസ് എത്തേണ്ട അടുത്ത് എത്തിക്കും, കറക്റ്റ് സെല്ലുകളിൽ എത്തിക്കും. സെൽ അലോങ്ങേഷൻ നടക്കും, ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം വരുന്നത് താഴെ വായിക്കുമ്പോൾ അങ്ങോട്ട് ചാടി പോകാൻ ആഗ്രഹിക്കില്ല. ഫോർമർ റെയിൻ ഇസ് ദ കൺവിക്ഷൻ, പാപബോധം ഉള്ളിൽ കൊണ്ടുവരും ഒരു മനുഷ്യന്റെ ഉള്ളിൽ. എന്നിട്ട് യേശുവുള്ള വിശ്വാസം. ഇപ്പൊ പാപബോധം കൊണ്ട് എനിക്ക് എന്റെ പാപത്തിന് പരിഹാരം വരാൻ പറ്റില്ല, ഐ ആം ഹെൽപ്ലെസ് റിയലൈസ് ചെയ്യും. എന്റെ വർക്ക് കൊണ്ട് പറ്റത്തില്ല, മോക്ഷം പുണ്യസ്ഥലങ്ങളിൽ പോയാൽ പറ്റത്തില്ല, ഗുഡ് വർക്ക്സ് ചെയ്തുകൊണ്ട് പറ്റത്തില്ല എന്നുള്ള ഫാക്ട് ഞാൻ റിയലൈസ് ചെയ്യും. എവറി ഗുഡ് വർക്ക്സ് ഓഫ് മീ ഇസ് ലൈക്ക് എ ഫിൽത്തി റാഗ് എന്നുള്ള മനസ്സിലാക്കൽ എനിക്കുണ്ടാകും. അപ്പോഴത്തേക്ക് ഐ വിൽ ക്ലിംഗ് ഓൺ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ഞാൻ കെട്ടിപ്പിടിക്കും. അതാണ് ആ ഫോർമർ റെയിൻ കോസസ് ന്യൂ ബർത്ത് പറയുന്നത്. അതുകൊണ്ട് ജീസസ് പറയുന്നത് നീ വീണ്ടും ജനിക്കണം. You be born again. താഴെ വായിക്കുമ്പോൾ അടുത്തത് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ടുവരും. അത് ട്രാൻസ്ഫോർമേഷന്റെ സ്റ്റാർട്ടിംഗ് ആകും. അത് മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ ആരംഭമായിട്ട് മാറും. അപ്പോൾ ആ ഫോർമർ റെയിന് ഒന്ന് നിലത്തെ പ്രിപ്പയർ ചെയ്യും, രണ്ട് പുതിയ ജനനം ഉണ്ടാക്കും. നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. ഇത് പകൽക്കാലം യു ഹാവ് ടു ബി ബോൺ അഗെയിൻ. അതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. അതുകൊണ്ട് സ്വന്തം ജോൺ 3:5 സ്വന്തം നിക്കോദിമോസിനോട് യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ, അല്ലേ? unless and until you are born of water and spirit, you won't see the kingdom of God. വെള്ളത്താലും ആത്മാവിന്, ആ ഇൻഫ്ലക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആ വചനത്തെ വെള്ളമായിട്ട് ട്രാൻസ്ലേറ്റ് സ്പിരിറ്റ് ഓഫ് ദ മൂവ്. പരിശുദ്ധാത്മാവിന്റെ ആ ജലത്താല്, കാരണം പരിശുദ്ധാത്മാവ് വേർഡ് എഴുതിയത്. പീറ്റർ പറയുമ്പോൾ, പോള് പറയുമ്പോൾ, എവറി വേർഡ് ഓഫ് ഗാഡ്, എവറി സ്ക്രിപ്ചേഴ്സ് ഇസ് breathed by God, is God breathed. അത് ദൈവത്തിന്റെ ആത്മാവാണ് അതിന്റെ രചയിതാവ്. ഹി ഈസ് ദ റൈറ്റർ. അത് ട്രൈൻ ഗോഡ് എന്ന് പറയുന്നത് വലിയ മർമ്മമാണ്. ട്രിനിറ്റി ചെയ്യുന്നു. എവറിത്തിങ് സർക്കിൾസ്. ജീസസ് ഇസ് ദ വേർഡ്, ബട്ട് ഇറ്റ്സ് സ്പോക്കൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് അതിന്റെ ഓഥർ. അതുകൊണ്ട് അത് മനസ്സിലാക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടൈം പോകുന്നുണ്ട്, അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നോക്കണം, പുതുജീവൻ, പരിവർത്തനത്തിന്റെ ആരംഭം ഫോർമർ റെയിൻ കൊണ്ടുവരുന്നു. അടുത്തത് ഫോർമർ റെയിൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഈ പരിവർത്തനം വരുമ്പോൾ ആദ്യം റൂട്ട് താഴോട്ടിറങ്ങാൻ തുടങ്ങും. ആ സീഡിനകത്തോട്ട് ഓസ്മോസിസ് വഴി, കാപ്പിലറി ആക്ഷൻ വഴി വാട്ടർ അകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് അകത്തെ ഫാറ്റ്സും പ്രോട്ടീൻസും എൻസൈംസും ആക്ടിവേറ്റ് ആക്കിയിട്ട് അതിനകത്ത് സെൽ അലോങ്ങേഷൻ നടന്നു കഴിയുമ്പോൾ അതിന്റെ പുറത്തെ ഷെല്ല് പൊട്ടിയിട്ട് ആദ്യം ഇറങ്ങുന്നത് ഷൂട്ടല്ല, റൂട്ട്. വേര് താഴേക്ക് ഇറങ്ങും. എന്നിട്ട് വേരിറങ്ങിയിട്ട് വാട്ടർ വീണ്ടും വലിച്ചു കിട്ടുന്നു. അതാണ് അധ്യാപകർക്ക് മർമ്മമായി. ഇതൊക്കെ നിങ്ങൾ ഈ എന്താ പറയുന്നത്, യൂണിവേഴ്സ് നോക്കിയാൽ മതി ദൈവത്തിന്റെ ഡിസൈൻ കാണാൻ. ജസ്റ്റ് ലുക്ക് അറ്റ് യൂണിവേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഗ്രോ. എന്നിട്ട് ആദ്യം വരുന്നത് വേരുകൾ ആഴപ്പെടുത്തുന്നു, താഴേക്ക് ഇറങ്ങുന്നു ആദ്യം. എന്നിട്ട് ബിഫോർ യു ക്യാൻ സീ എനി വിസിബിൾ ഗ്രോത്ത് ഔട്ട്സൈഡ്, മുകളിൽ ഷൂട്ടോ സ്റ്റെമോ കാണുന്നതിന് മുമ്പ് ആദ്യം വരുന്നത് നോക്കിയാൽ മതി. നിങ്ങൾ സീഡ് എടുത്ത് ജെർമേറ്റ് ചെയ്ത് നോക്കിയാൽ ആദ്യം വരുന്നത് എന്തുവാ? വേര, അല്ലേ? ആ വേര് പോയി കഴിഞ്ഞിട്ട് പിന്നീട് അതും എസ്റ്റാബ്ലിഷ് ആയിട്ടേ ഷൂട്ട് വരത്തുള്ളൂ, അല്ലേ? അങ്ങനെയാണ്. നിങ്ങൾ നോക്കുമ്പോൾ കൃഷി ചെയ്തിട്ടുള്ളവരെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആഴത്തിലേക്ക് റൂട്ട്. അതുകൊണ്ട് ആ ബൈബിൾ പറയുന്നത് കൊലോഷ്യൻസ് 2:7 ഒന്ന് വായിച്ച്, ബീങ് റൂട്ടഡ് ആൻഡ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം. ബിൽഡിംഗ് വരണമെങ്കിൽ റൂട്ട് വേണം. റൂട്ടഡ് അല്ലെങ്കിൽ യു കനോട്ട് ബിൽഡ് ദ ചർച്ച്. ബൈബിളിന്റെ ചർച്ചിന്റെ ബിൽഡിംഗ് ക്രൈസ്റ്റിൽ റൂട്ടഡ് ആയിരിക്കണം, വചനത്തിൽ റൂട്ടഡ് ആയിരിക്കണം. അതുകൊണ്ട് അപ്പോൾ കൊലോഷ്യൻസ് 2:7 പറയുന്നു, വായിച്ചാട്ട്. 2:7 rooted and built up in who? Not traditions, in not anybody's opinion, it's not in history. Rooted in Christ Jesus, who is the word. അല്ലേ? റൂട്ടാണ്. ബിൽഡ് അപ്പ്. എന്നിട്ട് അവനിൽ ബിൽഡ് അപ്പ് ചെയ്യണം. അതുകൊണ്ട് സ്വന്തം ചെയ്യുന്ന സങ്കീർത്തനം പറയുമ്പോൾ, ആ വളർച്ചയെ കുറിച്ച് പറയുമ്പോൾ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന
ആ ട്രീ പോലെ ആ തടിക്ക് നട്ടാലുള്ള ഗുണം വേരുകൾ വെള്ളത്തിലേക്ക് പോകും, വലിച്ചെടുക്കും, അത് തക്ക സമയത്ത് ഫ്രൂട്ട് പുറപ്പെടുവിക്കും. സാംസ് 1:3. അതുപോലെ നമ്മള് എഫീഷ്യൻസ് ചാപ്റ്റർ 3:17 എന്ന് വായിച്ചാട്ട് that Christ may dwell in your heart through faith, rooted and grounded in love. അങ്ങനെയല്ല വായിക്കുന്നത്. അവൻ സ്വന്തം ചെയ്യുന്നു. എഫീഷ്യൻസ് 3:17, 3-ാം അധ്യായം 17-ാം വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്, വിശ്വാസത്താൽ ഉള്ളത്തിൽ വസിക്കേണ്ടതിന് അടുത്തത് വരം നൽകണമെന്ന് സ്നേഹത്തിൽ അപ്പൊ പ്രാർത്ഥിക്കുക, കർത്താവേ ആ സീഡ് ദ്രവിടം ക്രൈസ്റ്റ് ഹൃദയത്തിൽ വരണം. അടുത്ത നിങ്ങൾ സ്നേഹത്തിൽ റൂട്ടഡ്, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ നിറവിനോളം നിറഞ്ഞു വന്ന് വളരണമെങ്കിൽ ആദ്യം റൂട്ടഡ് ആണ്, അല്ലേ? അതുകൊണ്ടാ സീഡ് ജനറേഷൻ ആദ്യം പോകുന്ന റൂട്ട്. ഐ മീൻ ഡീപ് റൂട്ട് മീൻസ് ആഴത്തിൽ വേരുകൾ നമ്മെ സൂചിപ്പിക്കുന്നത് സ്റ്റെബിലിറ്റി, വലിച്ചെടുത്ത് നീ സ്ഥിരതയോടെ വളരുന്നു. അടുത്തത് ഡോക്ടറൽ സ്ട്രെങ്ത്, ഉപദേശം ക്ലിയർ ആയിട്ട് നീ പഠിക്കുന്നു, ഉപദേശത്തിന്റെ ഉറപ്പ് നിനക്ക് കിട്ടുന്നു. അടുത്തത് ഐ മീൻ ആത്മീയ സഹിഷ്ണുത. ഇന്ന് ഞങ്ങള് വായിച്ചത് ടെസ്സലോനിക്കൻസ്. ആ തെസ്സലോനിക്ക 8-ാമത്തെ വാക്യം നമ്മൾ വായിച്ച ആ വാക്യം എടുത്ത് എന്നിട്ട് അവിടെ പ്രത്യേകാല് പോൾ പറയുന്നത് അവൻ സ്വന്തം ചെയ്യുന്നു. ഈ തെസ്സലോനിയൻ ബിലീവേഴ്സിനെ കുറിച്ച് പറയുന്ന വാക്യം 3 തൊട്ടാണോ? 4 തൊട്ട് വായിച്ചേ. സോ ഈ പോൾ പറയുക, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് പ്രശംസിക്കുക എല്ലാ ചർച്ചകളിലും. ഈസ് ഗോയിങ് ആൻഡ് ടെസ്റ്റിംഗ്. യു ഹാവ് ടു ലുക്ക് അറ്റ് തെസ്സലോനിയൻസ്. മൈ ഗോഡ്, ദേ എൻഡ്യൂർഡ് ദ സഫറിംഗ്. ഒന്നാമത്തെ ഫസ്റ്റ് പറയുക, കാരണം ജ്യൂസിൽ നിന്ന് അന്നത്തെ ഫസ്റ്റ് ബിലീവേഴ്സ് സഫർ ചെയ്ത പോലെ ഈ തെസ്സലോനിയൻസ് അവരുടെ ജാതിക്കാരിൽ നിന്ന് പെർസിക്യൂഷൻ സഫർ ചെയ്തു, ഒത്തിരി പേരെ കൊന്നു. ഈ ക്രൈസ്റ്റിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചൊക്കെ പറയുന്ന തെസ്സലോനിയൻസിലാണ്. കർത്താവ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തെസ്സലോനിയൻസ് ഒത്തിരി ബിലീവേഴ്സിനെ അവർ കൊന്നു, പെർസിക്യൂട്ട് ചെയ്തു. പക്ഷെ അവരുടെ ഫെയ്ത്ത് ഡിമിനിഷ്ഡ് ആയില്ല. പോൾ വിചാരിച്ചു ഒരു വിശ്വാസം വിട്ടു പോകും, അത്രയ്ക്ക് പവർഫുൾ ആയ പെർസിക്യൂഷനാണ് വന്നത്. അപ്പോൾ തിമോത്തിയോസിനെ അയച്ചു, ബിക്കോസ് ഹി കനോട്ട് സിറ്റ് സ്റ്റിൽ. പോളൊന്ന് ഭയങ്കര സ്ട്രെസ്ഡ് ആയി. നിങ്ങൾ ഫസ്റ്റ് തെസ്സലോനിക്കൻസ് ചാപ്റ്റർ 3 വായിക്കുമ്പോൾ സ്വന്തം അവിടെ ഫസ്റ്റ് തെസ്സലോനിക്കൻ 1 തെസ്സലോനിക്കൻ 3-ാമത്തെ അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ഫസ്റ്റ് തെസ്സലോനിക്കൻ 3:1. Wherefore, when we could no longer forbear, we thought it good to be left at Athens alone, and sent Timothy, our brother and minister of God, our fellow laborer in the gospel of Christ, to establish you and to comfort you concerning your faith. നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ സ്വസ്ഥത എനിക്കില്ലാഞ്ഞിട്ട് ഏതൻസിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാലും സാരമില്ലെന്ന് പറഞ്ഞ് എന്റെ കൂടെ തിമോത്തിയോസിനെ അയച്ചു. നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ, നിങ്ങളുടെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ പിന്മാറിപ്പോകാതിരിപ്പാൻ. അപ്പം ഒട്ടും സ്വസ്ഥതയില്ല. അത്രയ്ക്ക് പോൾ ഇവരെ കുറിച്ച് കണ്ടത് അത്രയും പീഡനമാണ് അവർ കടന്നു പോയത്. എന്നാൽ നിങ്ങൾ വായിക്കുമ്പോൾ 2 തെസ്സലോനിയൻസിലെ പോൾ പറയുക, പക്ഷെ ഞാൻ ഇപ്പോഴും നിങ്ങളെ കുറിച്ച് എല്ലാ ചർച്ചിലും പോയി സാക്ഷ്യം പറയോ, നിങ്ങളുടെ വിശ്വാസം കഷ്ടതകളിൽ നിങ്ങൾ നിലനിന്നത്, ദൈവരാജ്യത്തോടുള്ള സ്നേഹം. ദാറ്റ് ഇസ് വാട്ട് മെച്യൂരിറ്റി ഈസ്. കഷ്ടങ്ങളിൽ വാടിപ്പോകുന്നതല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. വായിച്ചേണ്ട ആ വാക്യം നമ്മുടെ 2 Thessalonians chapter 1. We ourselves glory in you in the churches of God for your patience and faith. പേഷ്യൻസ്, ഈ കഷ്ടങ്ങൾ പോയിട്ടും ഈ തെസ്സലോനിയൻസിന്റെ പേഷ്യൻസിനെ കുറിച്ചുള്ള ഗ്ലോറി ചെയ്യാൻ മറ്റു പേഷ്യൻസ്, ഫെയ്ത്ത്, ക്രിസ്തുവേശുള്ള വിശ്വാസത്തെ കുറിച്ച് ഞങ്ങൾ ഗ്ലോറി ചെയ്യാൻ മറ്റു ചർച്ചകളിൽ. അടുത്തത് in all your persecutions and tribulations. In all your persecutions and tribulations നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് നിന്നതിനെ മറ്റുള്ളവരോട് ഞങ്ങൾ പറയുക. വായിച്ചു അടുത്തത് that you endure. എൻഡ്യൂറൻസിനെ കുറിച്ച് പറയുക. അതുകൊണ്ട് ഇവിടെ ഒന്ന് വായിക്കുന്നു, സ്പിരിച്വൽ എൻഡ്യൂറൻസിന് ഹെൽപ്പ് ചെയ്യും റൂട്ട്. കേൾക്കുന്ന വചനത്തിൽ നിങ്ങൾ റൂട്ടഡ് ആണെങ്കിൽ ഏത് കഷ്ടം വരുമ്പോൾ എൻഡ്യൂറൻസ്. ഈ ലോക മനുഷ്യനാണ് എൻഡ്യൂർ ചെയ്യാൻ കഴിവില്ലാതെ ആത്മഹത്യ ചെയ്യും. എന്നാൽ ദൈവം ഇത് പറയും, എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിക്കില്ല, ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കില്ല, നന്മയ്ക്കായിട്ടെല്ലാം നൽകിയിടുന്നു പാടും. വേദനയുടെ കയ്പ് നീര് കുടിക്കുമ്പോഴും ചൈനയിലൊക്കെയുള്ള ക്രിസ്ത്യൻ ചർച്ചിന്റെ പെർസിക്യൂഷനെ കുറിച്ച് നിങ്ങൾ കേൾക്കണം. കണ്ണിന് മുമ്പിൽ വെച്ച ഭാര്യയെ ബലാത്സംഗം ചെയ്യുമ്പോഴും, മക്കളെ ബലാത്സംഗം ചെയ്യുമ്പോഴും,
വിശ്വാസം തള്ളിക്കളയാതെ ക്രിസ്തുവിൽ നിന്ന് അനേക ഭക്തന്മാരുടെ ലോകത്ത് നമ്മളൊന്നും സഫർ ചെയ്യുന്നില്ല. ഉടമറവൽ കണ്ണിന് മുമ്പ് വെച്ച് പിതാരെ കൊല്ലുമ്പോഴും അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ കർത്താവിനെ തള്ളി പറയാത്ത വിശ്വാസികൾ, അവൻ നിരാശയിലേക്ക് പോകാത്ത വിശ്വാസികൾ. കാരണം അവർക്കൊരു പ്രത്യാശയുണ്ട്, എന്റെ മോനെ മോളെ എന്റെ ഭാര്യയെ നിത്യതയിച്ചെങ്കിലും എനിക്ക് കാണാം. കാരണം അവർ ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല അവരുടെ സ്ട്രെങ്ത്. അവൻ ദേ നോ ദാറ്റ് ദേ ആർ നോട്ട് ദ സിറ്റിസൺസ് ഓഫ് ദിസ് വേൾഡ്. അവൻ വരാനുള്ള ലോകം. അതുകൊണ്ടാണ് പറയുന്നത്, ഡു തിങ്സ് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് ഹെവൻ. സ്വർഗത്തെ ലക്ഷ്യമാക്കി വേണം നിന്റെ വർക്ക്. ഇന്ന് നമ്മൾ പലപ്പോഴും ഫോക്കസ്ഡ് ഓൺ മൈ ചിൽഡ്രൻ, മൈ ഹസ്ബൻഡ്, മൈ വർക്ക്, മൈ വൈഫ്, മൈ ഡ്യൂട്ടി, ജോബ്, മൈ ലൈഫ്. അതല്ല, heavenly places കുറിച്ച്. That's what got the maturity എന്ന് പറയുന്നത്. You are rooted, you are seated in Christ, heavenly places with Christ. Think of things in heaven. തേർഡ് വായിക്കട്ടെ. അപ്പം സ്പിരിച്വൽ ഗ്രോത്ത് റൂട്ട് ഇറങ്ങുമ്പോൾ അതിന്റെ അർത്ഥം സ്റ്റെബിലിറ്റി വരും, സ്ഥിരത. അടുത്തത് വിശ്വാസ്, ഉപദേശത്തിൽ നല്ല സ്ട്രോങ് ആയിരിക്കും, ഡോക്ട്രിനൽ സ്ട്രെങ്ത് കിട്ടും, സ്പിരിച്വൽ എൻഡുറൻസ്. ഏത് വേദന വന്നാലും ദൈവത്തെ തള്ളി പറയത്തില്ല. Without God's knowledge nothing will happen. എത്ര നാണക്കേട് വന്നാലും, എത്ര ആൾക്കാർ നമ്മളെ ചവിട്ടിയാലും. ഇനി അടുത്തത് ഫോർമൽ റെയിൻ എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഇറ്റ് ലീഡ്സ് ടു ഗ്രോത്ത് അൺ ടു ദ ഹെഡ് ക്രൈസ്റ്റ്. നമ്മൾ കേട്ടു, ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ നമ്മെ സഹായിക്കും. മുൻമഴ നമ്മെ ക്രിസ്തുവാകുന്ന തലയിലേക്ക് വളർത്തുന്നു. ഗ്രോത്ത് ഇസ് നോട്ട് ജസ്റ്റ് എൻ ഇൻക്രീസ്. അതുകൊണ്ട് ആള് കൂടുന്നതല്ല ഗ്രോത്ത്. നിങ്ങളൊരു കാര്യം, ഇന്ന് ഈ ഇവിടെ നിറച്ച ആള്, അത് ഗ്രോത്ത് അല്ല, ചുമ്മാ ക്രൗഡാ. അതുകൊണ്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ബിലീവർ ക്രൈസ്റ്റ് ആകുന്ന ഹെഡോളം ഗ്രോ ചെയ്യാൻ കഴിവായി എൻഡ്യൂറൻസും പേഷ്യൻസും ഉള്ളവരാകുന്നതാണ് ഗ്രോത്ത്. ഇന്ന് ഒത്തിരി ക്രൗഡ്സ് ഉണ്ട്, അവൻ അടിയും പിടിയും പ്രശ്നം ഉണ്ടാക്കുക. ഓരോരുത്തരും ക്രിസ്തുവിനെ പോലെ ആകുന്നില്ല. ഞങ്ങൾ വായിച്ചു, ആരാണ് ദിവരായത്തിൽ വലിയവൻ? ഏറ്റവും ചെറിയവനാണ് ദിവരായത്തിൽ. ഇത് യേശു പഠിപ്പിച്ചു. ഇന്നത്തെ ഒറ്റ ക്രിസ്ത്യനത്തിലുള്ള ഒറ്റ ചർച്ചകാരും, അത് പെന്തക്കോസ്തുകാരാണേലും ഓരൊറ്റ സമുദായക്കാരാണേലും എല്ലാവരും പള്ളിക്ക് വേണ്ടി അടി ഉണ്ടാക്കുക, കുരിശിന് വേണ്ടി അടി ഉണ്ടാക്കുക, സ്ഥാനത്തിന് വേണ്ടി അടി ഉണ്ടാക്കുക, സിംഹാസനങ്ങൾക്ക് വേണ്ടി അടി ഉണ്ടാക്കുക. യേശു പഠിപ്പിക്കുന്നത് ദിവരാജത്തിൽ ഏറ്റവും വലിയവൻ എന്തുവാ? അവൻ സർവ് ചെയ്യട്ടെ, അവൻ ദാസനെ പോലെ ഒരു വിലയും എടുക്കാതെ. That is not we see in Christian churches. വളരെ മർമ്മം. ഗ്രോത്ത് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ഞങ്ങളുടെ സമയം എത്ര ഹൂ കാൻസ്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയും വിശാലം, അതിൽ കൂടെ പോകുന്ന ഒത്തിരി പേരാ. കർത്താവ് പറയുന്നത്, ഗോ ത്രൂ, ഇടുക്കുവാതിൽ കൂടി, നാരോ ഡോർ. ശുദ്ധവരവൽക്കരണകസ്യ. അതുകൊണ്ട് ആ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ ഇൻക്രീസ് ഇൻ ക്രൗഡ്, ഇറ്റ്സ് ഹൗ യു കം ഇൻ ക്രൈസ്റ്റ്. എൻഡ്യൂറൻസ്, പേഷ്യൻസ്, ലവ്, humbleness, humility to the head Christ. Christ's humility എന്തുവാ? While he was God himself, he poured out everything. ദാസനായി, വേഷത്തിൽ മനുഷ്യനായി, തന്റെ ക്രിയേഷന്റെ മുഖത്ത് നോക്കി തുപ്പി, അവന്റെ കണ്ണ് കത്തി അടിച്ചിട്ട് പറയണ ആരാ അടിച്ചെന്ന് പറയാ. അങ്ങനെ അവനെ സ്റ്റെറപ്പ് കിട്ടും. The godly power of angels ഒറ്റ ലീജിയൻ മതി, ഒറ്റ ഏഞ്ചൽ മതി. 185,000 one ഏഞ്ചൽ ഇറങ്ങി വന്നപ്പോൾ അവൻ സ്വന്തം ചെയ്യുന്ന ശത്രുവിന്റെ പാളെത്തി കൊന്നെങ്കിൽ ലീജിയൻസ് ഓഫ് ഏഞ്ചൽസ് ഉണ്ട് എന്റെ യേശു. എന്തുവാ? വാട്ട് ഇസ് മെച്യൂരിറ്റി? പള്ളിയിൽ പോയി 2 അന്യഭാഷ പറയാന്ന് വെച്ചാൽ അല്ല. Growing unto the head Christ, counting others better than yourself. തേർഡ് വരാം. ക്രിസ്തുവൽ മെച്യൂരിറ്റി. Growth is not just an increase, it's a direction. ഒത്തിരി പറഞ്ഞ പന്തലേക്ക്, who cares if you're not unto the head Christ. ക്രിസ്തുവിന്റെ ദിശയിലേക്ക് നീ വളർന്നില്ല, that's not growth, that's other counter. അതുകൊണ്ടാ പറയുന്നത് ക്വാളിറ്റി is important, quantity is not important. ക്വാണ്ടിറ്റിയെ കൊണ്ടുപോകാനല്ല യേശു വരുന്നത്, ക്വാളിറ്റി ബിലീവിനെ കൊണ്ടുപോകാനാണ്. നമുക്കാരും ഈ മർമ്മം. അതുകൊണ്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇടക്കപ്പരിക്കുമെന്നല്ല, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. ഇനി അടുത്തത് ട്രൂ മെച്യൂരിറ്റി മീൻസ് യഥാർത്ഥ പക്വത അല്ലെങ്കിൽ ആത്മീക പക്വത എന്നു പറഞ്ഞാല്
അവൻ സ്വപ്നം ചെയ്യുന്നു. ക്രിസ്തുവാകുന്ന തലയോളം, എഫിഷ്യൻസ് ചാപ്റ്റർ 4:15, ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന്, എഫിഷ്യൻസ് 13 പറയുക, പെർഫെക്റ്റ് മാൻ ആൻഡ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവാകുന്ന പക്വതയിലേക്ക് എത്തുന്നത്. അവൻ സ്വപ്നം എഫിസ്യ ലേഖനം 4:19 പറയുമ്പോൾ ക്രിസ്തു എന്നിൽ ഉരുവാകുന്നത്. until Christ is formed in you, I'm in birth pangs. അപ്പോൾ പറയുക, ഞാൻ പ്രസവവേദനപ്പെടുകയോ. ക്രിസ്തു നിങ്ങളില് ജനിക്കുന്നവരെ, ക്രിസ്തു ജനിക്കുമ്പോൾ സെൽഫ്ലെസ് ആ ക്രൈസ്റ്റ്, സെൽഫ് സെൻറ്റേഡ് അല്ല, മറ്റോണം completely Christ's attitude. That's why Philippians says, you have the same mind of Christ in you. Third വാക്യങ്ങൾ, what is the mind of Christ? അതുകൊണ്ട് ദൈവം ഏറ്റവും ലിഫ്റ്റ് ചെയ്തു, എവ്രി നെയിം above the name കൊടുത്തു. ആർക്ക്? ജീസസിന്. സമയമില്ലാത്ത ഞാൻ പെട്ടെന്ന് പറയാം. അതുകൊണ്ട് true maturity means reflecting Christ's character. വളർച്ചയില് വേരൂന്നുക എന്ന് പറഞ്ഞാൽ when you start out, you are getting Christ into you. ആ ക്രൈസ്റ്റിനെ അതിനുശേഷം ഷൂട്ട് മണ്ടക്കോട്ട് വരാവും. അല്ലാതെ വളർന്നിട്ട് കാര്യമില്ല. യു നോട്ട് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. യു ക്യാൻ ഗോ ഇൻ ടു എവറി ഡയറക്ഷൻ. അടുത്തത് റിഫ്ലെക്ടിംഗ് ക്രൈസ്റ്റ് ക്യാരക്ടേഴ്സ് ആൻഡ് ലിവിംഗ് അണ്ടർ ഹിസ് അതോറിറ്റി. ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിൽ അവൻ ജീവിച്ച പോലെ ജീവിക്കുന്നതാണ് യഥാർത്ഥ ഗ്രോത്ത് എന്ന് പറയുന്നത്. അവൻ വേരൂന്നു എന്ന് പറയുന്നത്. അതുപോലെ അവൻ സ്വപ്നം ചെയ്യുന്നു ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നു. അതാ റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് പറഞ്ഞാൽ യു പുള്ളിങ് ക്രൈസ്റ്റ് ഇൻ ടു യു. ആ വാട്ടർ ആകുന്ന വചനം നീ വലിച്ചെടുക്കുക. വാട്ട് ഇസ് വചനം? ക്രൈസ്റ്റ് ഇസ് ദ വേർഡ്. എന്നിട്ട് ക്രൈസ്റ്റിനെ പോലുള്ള ക്യാരക്ടർ റിഫ്ലക്ട് ചെയ്യുന്ന അവൻ ഒരു സ്വഭാവം. എന്നിട്ട് ബെയറിംഗ് സ്പിരിച്വൽ ഫ്രൂട്ട്സ്, ഫലം പ്രാപിക്കാൻ കൊടുക്കാൻ തക്കവണ്ണമുള്ള ആരംഭം. അടുത്തത് ഫോർമർ റെയിൻസ്. അടുത്തതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഏർലി ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിന്റെ മുൻമഴ തരുമ്പോൾ നീ വളരെ പിന്നെ ഷൂട്ട് മണ്ടക്കൊണ്ട് വരാൻ തുടങ്ങും. പതുക്കെ ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് കാണാൻ തുടങ്ങും. ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് ഗലേഷ്യൻസ് 5:22-23 വായിച്ചു നോക്കുമ്പോൾ കാണാൻ എന്താണ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നീ അത് ഡിസ്പ്ലേ ചെയ്യുന്ന ജോയ്. അത് അവിടെ പറയുന്ന എല്ലാം നിങ്ങൾ വായിച്ചു പോകണം. സെൽഫ് കൺട്രോൾ ഉൾപ്പെടെ എല്ലാം യു വിൽ സ്റ്റാർട്ട് ഇൻ എക്സിബിറ്റിംഗ് ദോസ് തിങ്സ് ഇൻ യുവർ ലൈഫ്. ഒരു കാര്യം ഓർത്തോണം, സ്വപ്നം ചെയ്യുന്നു ബൈബിൾ പഠിക്കുമ്പോൾ when former rain works in us, we begin to see love replacing selfishness. കാരണം നമ്മൾ വലിച്ചെടുക്കുന്ന ലവ് വേടിന്ന് ലവ്. സ്വന്തം സെൽഫിഷിനോടൊപ്പോൾ ഈഗോ. എന്റെ ഭാര്യയുടെ വാക്ക് എന്നെ ഹർട്ട് ചെയ്തു, എന്റെ ഭർത്താവിന്റെ വാക്ക് എന്നെ ഹർട്ട് ചെയ്തു, എന്റെ വിശ്വാസിയുടെ വാക്ക് എന്നെ ഹർട്ട് ചെയ്തു. പിന്നെ ഈഗോയിലെ റിറ്റാലിയേഷനാ. എന്നാ ഞാൻ കാണിച്ചു തരാം. അതല്ല, ആ വേരൂന്നുമ്പോൾ ക്രിസ്തുവിന്റെ ലവ് വലിച്ചെടുക്കുമ്പോൾ എന്റെ സെൽഫിഷ്നെസ്സിനെ ക്രിസ്തുവിന്റെ ലവ് അങ്ങോട്ട് റീപ്ലേസ് ചെയ്യും. എന്റെ അടുത്തത് ഈ ക്രിസ്തുവാകുന്ന ആ ക്രിസ്തുവ റൂട്ടഡായിട്ട് വലിച്ചപ്പോൾ അടുത്തത് വരുന്നത് എന്താ അറിയാമോ? ആങ്സൈറ്റി. എന്റെ ജീവിതത്തിൽ എപ്പോഴും പിശാചുണ്ട് ആങ്സൈറ്റി എവറി മൊമെന്റ് യു ആർ ആങ്ഷ്യസ്. പക്ഷെ എന്തൊരു പീസ്. യേശു പറയാ, ഐ ഗീവ് മൈ പീസ് അറ്റ് യു, നോട്ട് ലൈക്ക് ദിസ് വേൾഡ്. പിന്നെ നീ നിന്റെ ലൈഫ് ആങ്സൈറ്റിയിലല്ല, പേടിയിലല്ല ജീവിക്കുന്നത്, ക്രൈസ്റ്റില. അപ്പൊ പീസ് വന്നിട്ട് ആങ്സൈറ്റി അങ്ങോട്ട് റീപ്ലേസ് ചെയ്യും. വേര് വലിച്ചെടുക്കുക, ക്രിസ്തുവിനെ വലിച്ചെടുക്കുക. എന്നിട്ടേ ഷൂട്ട് മണ്ടക്കൊണ്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിലല്ലേ റിയൽ ഗ്രോത്ത് അല്ല. നീ അടുത്ത പോയി. എന്നിട്ട് അടുത്തത് വരുന്നത് സ്വന്തം ചെയ്യുന്നു റെബല്യൻ. നമുക്ക് എപ്പോഴും മറുതലിക്കാനുള്ള ആഗ്രഹം. That's what our nature is. We want to rebel. പക്ഷെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ക്രിസ്തുവിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ സ്വന്തം ചെയ്യുന്നു മരണത്തോളം ഒബീഡിയന്റ് ആയിരുന്നു എന്ന് പറയുന്നത് അല്ലേ? ക്രൈസ്റ്റിലെ ഒബീഡിയൻസ് ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് എന്റെ റെബല്യനെ ഒബീഡിയൻസ്. ലോർഡ് ലെറ്റ് ഇറ്റ് ബി സോ. എങ്കിലും എന്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം ആകട്ടെ. അവൾ never rebel. എന്താ കർത്താവേ ഇങ്ങനെ ചെയ്തത്? Why Lord this? Why this to them? This to me? Why me Lord? എന്ന് ചോദിക്കാതെ, Lord I am your servant. Let your will be done. ഒബീഡിയൻസോടുകൂടി തന്നെ താഴ്ത്തി. ബൈബിൾ പറയുമ്പോൾ ഫിലിപ്പിയൻസ് പറയാം എവിടെ വരെ? ടിൽ ദ ഡെത്ത്, മരണത്തോളം. അപ്പോ ഒബീഡിയൻസ് ഒന്ന് റെബല്യനെ റീപ്ലേസ് ചെയ്യും. അതാണ് സ്വന്തം ചെയ്യുന്നത്. ഈ മഴ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രൂട്ട് ബെയർ ചെയ്യാൻ. നീ ക്രിസ്തുവിനെ വലിച്ചെടുക്കാൻ നിന്നെ സഹായിക്കും. അടുത്തത്, ഈ മഴ മിസ് ചെയ്താൽ കുഴപ്പം. വാട്ട് ഇസ് ദ ഡേഞ്ചർ ഓഫ് മിസ്സിംഗ് ദ ഫോമർ റെയിൻ? മുൻമഴ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം. ഒന്ന്, വീഴുന്ന വിത്ത് ഹാർഡ് സോയിലോട്ട് വീഴും, കട്ടിയുള്ള നിലത്ത് വീഴും, പാറസ്ഥലത്ത് വീഴും. പക്ഷെ നമ്മൾ കേട്ടു, പാറസ്ഥലത്ത് കേൾപ്പിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും. God can. But naturally it is impossible. ചിലരുടെ ബന്ധത്തിൽ ദൈവം കരുണ കാണിച്ചു. പാറസ്ഥലത്ത് വീണ് കഴിഞ്ഞാല് സ്വന്തം ചെയ്യും. മാത്യു 13 4-6 വരെ യേശുവിന്റെ ഉപയെ കാണാം. അത് വീണ് കഴിയുമ്പോൾ പിന്നെ അത് വേരൂന്നി കേൾക്കാത്തതുകൊണ്ട് പിശാച് ഒന്ന് കുത്തിക്കൊണ്ടുപോകും.
ഒരു ഫ്രൂട്ടും നിനക്ക് തരത്തില്ല. പീസ് കിട്ടത്തില്ല. ആൻസൈറ്റിയില്, സെൽഫ്ലെസ്നെസ് വരത്തില്ല, സെൽഫിഷ്നെസ്സില് സ്വന്തം ചെയ്യുന്നു, ഒബീഡിയൻസ് വരത്തില്ല, റെബല്യന്. നീ എപ്പോഴും റെബല്യസ് ആകും. ദൈവത്തോട് മറുതലിക്കും, അപ്പനും അമ്മയോട് എല്ലാവരോടും നീ മറുതലിക്കും. അതുകൊണ്ട് ഗ്രോത്ത് വളരെ ഇമ്പോർട്ടന്റ്. മഴ വീണില്ലെങ്കിൽ യു വിൽ നെവർ ഹാവ് എനി ഓഫ് ദീസ് തിങ്സ്. ഹാർഡ് ഗ്രൗണ്ടിലായിരിക്കും പിശാച് എടുത്തോണ്ട് പോകും. മുൻമഴയില്ലെങ്കിൽ സ്വന്തം എന്നും നീ ശിശുവായിരിക്കും. അതുകൊണ്ട് നമ്മൾ വായിച്ച് എന്തിനാ ഗ്രോ ചെയ്യുന്നത്? ഈ സഭയിൽ നിങ്ങൾ വളരണം. യു ഷുഡ് നോട്ട് ബി ഓൾവേസ് ബേബ്സ് ഇൻ ക്രൈസ്റ്റ്. ഗ്രോത്ത് ബേബ്സ് ആണെങ്കിൽ പിന്നെ നീ എല്ലാത്തിനും ടോസ്റ്റ്. നീ ഒരിക്കലും പീസ്ഫുൾ അല്ല. നീ ഗ്രോത്ത് പ്രാപിക്കത്തില്ല. യു വിൽ ബി ഓൾവേസ് ബേബ്സ് ഇൻ ക്രൈസ്റ്റ്. സ്പിരിച്വൽ ഇൻഫൻസി കണ്ടിന്യൂ. ആത്മീക ശിശുത്വം തുടരുന്നു. എന്നിട്ട് ആഴത്തിൽ വേരുണ്ടാകത്തില്ല. മണ്ടയ്ക്ക് പെട്ടെന്ന് കാണും, പക്ഷെ ഒന്നുമില്ല, ഫലമില്ല. കാരണം വേര് താഴോട്ട് പോകാത്തതുകൊണ്ട് സ്റ്റെബിലിറ്റി ഇല്ല. ഒരു കാറ്റടിച്ചാൽ നീ താഴെ വീഴും. ചെറിയ പ്രശ്നം നിന്നെ തകർത്ത് കളയും. അടുത്തത് മെച്യൂരിറ്റി ഡിലേഡ് ആകും. സ്വന്തം ചെയ്യുന്നു, പക്വത വരത്തില്ല. നീ ഹിഷിവാഷി കൃഷിയാണെങ്കിൽ ഭയങ്കര ആരാധനയൊക്കെ, പക്ഷെ ഒരു ചെറിയ ചൂടടിക്കുമ്പോഴേ നീ വരണ്ട വാടി, വേരില്ലാത്ത. അതുകൊണ്ടാ വെയിലടിക്കുമ്പോ കാറ്റടിക്കുമ്പോ ആ ഉപമയില് സീഡിങ്ങിന്റെ ഉപമയില് യേശു പറയുമ്പോൾ എങ്ങനെ പിന്നെ നമുക്ക് സ്വന്തം ചെയ്യുന്നു മെച്യൂരിറ്റി ഡിലേഡ് ആകും നമുക്ക് കാണാൻ പറ്റും. മഴയില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഫോർമർ റെയിൻ റിസീവ് ചെയ്യാം? ഈ മുൻമഴ എങ്ങനെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം? അതുകൊണ്ട് ഒസയ പറയുമ്പോൾ സക്കറിയ പറയുമ്പോൾ 10:1 ആസ്ക് ഓഫ് ദ ലോർഡ് ഫോർ ദ റെയിൻ. ചോദിക്കുക. യേശു പറഞ്ഞു, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഇവിടുത്തെ ഒരു അപ്പനും അത് ചെയ്യത്തില്ല, അമ്മയും അത് ചെയ്യത്തില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് സ്വന്തം മീൻ ചോദിച്ചാല് വുഡ് യു ഗിവ് സ്നേക്സ്? നോ, ഒരാൾ ചെയ്യത്തില്ല. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? നോബഡി വിൽ ഡു ദാറ്റ്. നിങ്ങളുടെ മക്കൾക്ക് നല്ലതിനെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് ഹോളി സ്പിരിറ്റ് കൊടുക്കും. അങ്ങനെയാണ് ദിവസം നമുക്ക് എഴുന്നേറ്റ് ദൈവത്തോട് പറയും, കർത്താവേ സെൻഡ് റെയിൻസ്. കർത്താവെ ആ മഴ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, സ്വന്തം ഞങ്ങൾ ദൈവത്തിന്റെ ലക്ഷ്യവും ദൈവത്തിലേക്ക് ക്രിസ്തുവിലേക്ക് വരാൻ ആ മഴ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണേ. അതുപോലെ പരിവർത്തനമല്ല, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുക എന്നുള്ളതല്ല വിഷയം. കർത്താവെ ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ ഇന്ന് കർത്താവ് വന്നാൽ ഞങ്ങളെ കൊണ്ടുപോകത്തക്കോണം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഒരു ഗാനം പാടി അവനെ ആരാധിക്കാം. അപ്പോൾ ഒരു കാര്യം, ഒരു വാക്യം കൂടെ ഫിലിപ്പിയ ലേഖനം 1:6 ഇങ്ങനെ പറയുന്നു, ബീയിങ് കോൺഫിഡന്റ് ഹി ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു വിൽ കംപ്ലീറ്റ് ഇറ്റ് ടു ദി എൻഡ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അവനെ തികയ്ക്കും. ഇന്ന് പകൽ അത് വിശ്വസിക്കാം. ഈ മഴയ്ക്ക് വേണ്ടി നിങ്ങളെ ചോദിച്ചാൽ കർത്താവ് മഴ തരിക മാത്രമല്ല, നിങ്ങളുടെ മക്കൾ ചോദിച്ചാൽ നല്ല ദാനങ്ങളെ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് പറയുക മത്തായില്, തന്നോട് യാചിക്കുന്നവർക്ക് പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും, എത്രയധികം. ഇന്ന് പകൽക്കാലം ആസ്ക് ഓഫ് ദ ലോർഡ് ഫോർ ദ ഫോർമർ റെയിൻ. എന്തിനാ? നിന്റെ നിന്റെ വേര് താഴേക്ക് ഇറങ്ങാൻ, നിന്റെ ഷൂട്ട് വരാൻ, ഫലങ്ങൾ രൂപപ്പെടുവാൻ. ഇന്ന് പകൽ എഴുന്നേൽക്കാം, കർത്താവോട് ചോദിക്കാം, കർത്താവെ മുൻമഴത്താ. കാരണം ഡേഞ്ചർ ഞങ്ങൾ വളർന്നില്ലേ, തളർന്നു പോകും. ഞങ്ങളെ തകർത്ത് കളയാൻ പിശാച് അൽമുസുമ പോലെ ചുറ്റും നടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ വേരൂന്നി വളരുവാൻ ഞങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കാൻ. എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഗാനം പാടി കർത്താവിനെ ആരാധിക്കാം.